ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ചെറിയ വീഡിയോ ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഏകദേശം 23,500 കിസ് ചെയ്തതിന് ശേഷമൊക്കെ ഒരു കൺസോളിഡേഷൻ മോഡിലാണ്. ബൾക്ക് ബൈ ഇപ്പോൾ ഉചിതമല്ല, കാരണം എന്തായാലും നമുക്കൊരു നല്ല ഒരു കറക്ഷനായിട്ടൊക്കെ വന്നാൽ മാത്രം നമ്മൾ ഒരു ബൾക്ക് ബൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഏകദേശം ഞാൻ ചാർട്ട് നിങ്ങൾക്ക് നിഫ്റ്റിയുടെ അത് കാണിച്ചു തരാം. വീക്കിലി ചാർട്ട് എങ്ങാനും ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ മാർക്കറ്റ് ഏകദേശം ആ ഒരു റിസൾട്ടിൻ്റെ ടൈമിലുണ്ടായ ആ ഒരു ലോ നിങ്ങൾക്ക് കാണാം, ഏകദേശം 21 സംതിങ്ങിൻ്റെ ഒക്കെ അടുത്ത്. അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചൊക്കെ നല്ല സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു വര വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം കാണാം. ഇനി എന്ത് ഒരു ഒരു എന്തെങ്കിലും ഒരു വളരെ രൂക്ഷമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നമുക്ക് ഏകദേശം 20,000 അതിൻ്റെ താഴെ 100 EM അടുത്തൊക്കെ ആയിരിക്കും വരാനായിട്ട് പോകുന്നുള്ളൂ. അതൊക്കെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്, അല്ലാണ്ട് നമ്മൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ലോങ്ങിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഷോർട്ടിൽ ചിന്തിക്കുന്ന ആൾക്കാർ, അതായത് സ്വിംഗ് ട്രേഡേഴ്സൊക്കെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2-3 ഒരു സ്റ്റഡി സ്റ്റോക്സ് ടെക്നിക്കലായിട്ടുള്ളതൊക്കെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നല്ല, നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച് മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. സെബി രജിസ്റ്റേർഡ് അനാലിസ്റ്റോ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഫിനാൻഷ്യലിയും ടെക്നിക്കലൊക്കെ നിങ്ങളത് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു പോസിറ്റീവ് ട്രെൻഡാണ് കാമധേനു വെഞ്ചേഴ്സിൻ്റെ ഒരു ഇതിൽ കാണിക്കുന്നത്. ആ ഒരു നിങ്ങൾക്ക് കാണാം, ഈ ഒരു വീക്കിൽ ഒരു നല്ലൊരു താഴെ വന്നിട്ട് ചവിട്ടി കയറ്റി ഏകദേശം 30 ലെവലിൽ നിന്ന്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് കാണാം ഏകദേശം ഒരു നല്ല ഉയരങ്ങളിലേക്ക് പോകുന്നത്. ഏകദേശം ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി പോലൊക്കെ ഉള്ള ഒരു ക്യാൻഡിൽസ്റ്റിക്കാണ് ഇത് വന്നത്. അതിനുശേഷം ഏകദേശം നല്ലൊരു റേഞ്ചിൽ ബ്രേക്കായി. അപ്പോൾ ഇതിൻ്റെ ഡെയിലി ഒരു ചാർട്ട് നിങ്ങൾ നോക്കി കാണാം. മൾട്ടിപ്പിൾ ഡേയ്സിൽ ഇതിൻ്റെ വോളിയം കൂടി വരുന്നത് നിങ്ങൾക്ക് ഏകദേശം കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു കൺസോളിഡേറ്റ് ചെയ്യണ ഒരു റേഞ്ചിൽ നിന്ന് അത് 2-3 ദിവസങ്ങളായിട്ട് നല്ല വോളിയത്തോട് കൂടി പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ബിഗ് പ്ലെയേഴ്സൊക്കെ ഇതിൽ അട്രാക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾ എടുക്കുക. അപ്പോൾ കാമധേനു ഏകദേശം ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 3 തവണകളൊക്കെ ആയിട്ട് വേണം നിങ്ങൾ എൻട്രി ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഏകദേശം നിങ്ങളുടെ ഒരു എൻട്രി പോയിന്റ് നിങ്ങൾക്ക് ഇതേപോലൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കാം. ഏകദേശം ഒരു 40 റേഞ്ചിലൊക്കെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിഗണിക്കാം. കാരണം ഒരു ബ്രേക്ക് കണ്ട ഈ ഒരു ലെവല് ജൂലൈയിലൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും മുകളിലേക്ക് എന്നിട്ടാണ് ഒരു ഹൈ വോളിയത്തിൽ ബ്രേക്ക് ആയിട്ടുള്ളത്. ഒരു റീടെസ്റ്റ് ഏകദേശം 39 ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രിക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 എൻട്രി ഇതിൻ്റെ താഴെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് റൈഡ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഏകദേശം ചെറിയൊരു 43 രൂപ ഒരു ഇതിലുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഏകദേശം ഇതിൻ്റെ നോക്കുക. കാമധേനു വെഞ്ചേഴ്സിൻ്റെ കാണിച്ചു തരാം. കാമധേനു അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പി റേഷ്യോ ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് അല്ലെങ്കിൽ വാല്യൂ ഇതൊക്കെ ഉള്ള ബുക്ക് വാല്യൂ ഒക്കെ 5 കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്നാലും ഇതിൻ്റെ ഈ ഒരു സെക്ടറിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനെ നല്ലൊരു മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു ടെക്നിക്കൽ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അതിൽ കൂടുതൽ വോളിയം കയറി വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ബാലൻസ് ഷീറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ബാറോവിങ് കാര്യങ്ങളൊക്കെ നോക്കുക. ഓരോ വർഷത്തെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ മാറിയത് നിങ്ങൾ നോക്കുക. ക്വാർട്ടർലി റിസൾട്ടുകളിൽ ഉണ്ടായ മാറ്റങ്ങൾ നോക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ മറ്റുള്ള FISൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അവരെങ്കിൽ സ്റ്റേക്ക് കുറച്ചൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു പെന്നി സ്റ്റോക്കിൻ്റെ ഒരു പരിഗണനയിലെടുത്തിട്ട് നിങ്ങളത് പ്ലാൻ ചെയ്ത് നിങ്ങൾക്കൊക്കെ അത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യാനും എല്ലാത്തിനൊക്കെ പറ്റും. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് DB കോർപ്പ്, അത് അത്യാവശ്യം ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഞാൻ ഒരു 275 ശരിക്കും ഇതിൽ എൻട്രി ഞാൻ എടുത്തത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫണ്ടമെൻ്റലായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ബെസ്റ്റ് പ്രൈസ് 270-275 റേഞ്ച് തന്നെയാണ്. ഇപ്പോൾ നല്ല ഒരു പ്രോഫിറ്റ് ഒരു 10% മുകളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
നിങ്ങൾക്ക് ഡിപ്പിൽ പരിഗണിക്കണമെങ്കിൽ ഈ സ്റ്റോക്കൊക്കെ നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യും. കാരണം ഇതിൻ്റെ വോളിയം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക, ഇൻക്രീസ് ചെയ്ത് വരുന്നത് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. പിന്നെ നല്ലൊരു ചാർട്ട് പാറ്റേൺ ഒരു 250 റേഞ്ചിലൊക്കെ മൾട്ടിപ്പിൾ മന്തൊക്കെ ആയിട്ട് ഇത് കൺസോളിഡേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ചേഞ്ചിങ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാണ് കാണാം ലാസ്റ്റത്തെ 2 മാസത്തെ ഒരു വേണ്ട ഒരു പിൻബാർ രൂപപ്പെട്ടതും. അപ്പോൾ അതുപോലെ തന്നെ ഇത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാനൊക്കെ ഉണ്ട്. ഒരു ബ്രേക്ക് ഔട്ട് 375 അപ്പുറമാണ്. കാരണം ഈ ഒരു റേഞ്ചിലാണ് ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺ മുന്നേ ഉണ്ടായിട്ടുള്ളത്. അതിന് ശേഷം താഴെ വന്നു. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. അപ്പോൾ അത് ബ്രേക്ക് ചെയ്താലാണ് അതിൻ്റെ അടുത്ത മൂവ്മെന്റിലേക്കൊക്കെ എത്തുള്ളൂ. അറിയില്ല ബ്രേക്ക് ചെയ്യുമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വേണം പഠിക്കാൻ, എങ്ങനെയാണ് അതിൻ്റെ വാല്യുവേഷൻ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഡി ബി കോർപ്പ് ഒരു അത്യാവശ്യം ഒരു 15-ന് താഴെ പി റേഷ്യോ ഉള്ള 5000 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനൊക്കെ ഉള്ള ഒരു കമ്പനിയാണ്. ചെറിയ ഡെറ്റ് റേഷ്യോ ഉള്ള ഫ്രീ ക്യാഷ് ഫ്ലോ ഒക്കെ അത് നല്ല മനോഹരമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ടമെന്റൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റൊക്കെ നോക്കുക. റിസർവ് സർപ്ലസിലൊക്കെ ഉള്ള വ്യത്യാസം, ബാറോയിങ് വളരെ കുറച്ചാണുള്ളത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ. മറ്റുള്ള ഫാക്ടേഴ്സൊക്കെ നിങ്ങൾ നോക്കുക. 10 ഇയേഴ്സ് ROE ഒക്കെ നിങ്ങൾ നോക്കുക. സ്റ്റോക്ക് ലാസ്റ്റ് 3 ഇയേഴ്സിൽ എത്ര റിട്ടേൺ തന്നു എന്നൊക്കെ നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഗുണം ചെയ്യും. നിങ്ങൾ തീരെ അറിയണില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആൾക്കാരൊക്കെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കത് വിലയിരുത്താവുന്നതാണ്. ഏകദേശം ഒരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ ഒരു സ്റ്റോക്കാണ് മർക്കസൻ ഫാർമ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്കാണ്. വളരെ താഴെ നിന്ന് എടുത്ത് നല്ല പ്രോഫിറ്റ് കിട്ടിയ സ്റ്റോക്കാണ്. ഇപ്പോൾ ഒരു 130 ഇത് സപ്പോർട്ട് എടുത്തിട്ട് കയറുന്നുണ്ട്. വോളിയത്തിലുള്ള ഇൻക്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പോസിറ്റീവാണ്. അപ്പോൾ മാർക്കസൻ എനിക്ക് തോന്നണത് വലിയ ഉയരങ്ങളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. നല്ലൊരു പാറ്റേണും നല്ലൊരു എന്താ പറയുക ക്യാൻഡിൽ സ്റ്റിക്സും ഒക്കെയുള്ള ഒരു ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു ഹാമർ അല്ല, ചെറിയൊരു വിക്കുണ്ട്, എന്നാൽ പോലും ഒരു പോസിറ്റീവ് ഹാമർ പോലെയുള്ള ഹാമർ എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ അതേപോലെയുള്ള ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ചെയ്തിട്ട് ലാസ്റ്റ് വീക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഡോജി പാറ്റേണും ഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിക്കണത് അത് ഏകദേശം ഒരു 172 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉയരങ്ങളിലേക്ക് പോകും എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ ഒരു മൾട്ടി ഇയർ നല്ല വോളിയത്തോട് കൂടിയിട്ട് തന്നെയാണല്ലോ അത് ബ്രേക്ക് ചെയ്തേക്കണത്. അപ്പോൾ അത് കാരണം കൊണ്ട് മാർക്കസൻ ഫാർമ നല്ലൊരു ഇതാണ്. പക്ഷെ എന്ത് ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ പറയാനുള്ള കാര്യം നിങ്ങൾ പഠിച്ചതിന് ശേഷം അനലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം എൻ്റെ വ്യൂസ്, എൻ്റെ ടെക്നിക്കൽ സ്കിൽസൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സ്റ്റോക്കുകളൊക്കെ. എല്ലാം ശരിയാവണമെന്നില്ല. ഒരുപാട് സ്റ്റോക്കുകളൊക്കെ നമുക്ക് എന്നിട്ട് പറയുക നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ കണക്കിലെടുക്കണം. അപ്പോൾ മാർക്കസിൻ്റെ ഏകദേശം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം 7000 പ്ലസ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതാണ്. സ്റ്റോക്ക് പി 23 ഓക്കെയാണ്. ഡെറ്റൊക്കെ വളരെ കുറവായിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ROC ROE ഒക്കെ ഉണ്ട്. ഫ്രീ ക്യാഷ് ഫ്ലോ ഓക്കെയാണ്. ഇൻട്രൻസിക് വാല്യൂ 164 ഗുഡാണ്. EPS പോസിറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങൾ ഓരോ ഇതൊക്കെ ട്രെൻഡും ആ സെക്ടറിൻ്റെ പോസിറ്റിവിറ്റി ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം നിങ്ങൾക്കൊക്കെ ഇതിൽ നിന്നൊക്കെ സാധ്യതകൾ ഇതിലുണ്ട് എന്നുള്ളത്. സെയിൽസ് നോക്കുക, ഓരോ വർഷത്തെയും മാറ്റങ്ങൾ എങ്ങനെയാണ് വരുന്നത്, പ്രോഫിറ്റിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇതിൻ്റെ ബാലൻസ് ഷീറ്റൊക്കെ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്, ഫ്യൂച്ചർ എന്താണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇതൊക്കെ അറിയാൻ പറ്റും. അതിൻ്റെ സൈനാണ് FIIസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് താഴെ ലെവലിൽ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ആണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ട്രേഡ് അല്ല ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ മാത്രമാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള റിട്ടേണുകളൊക്കെ കൂടുതൽ സാധ്യത. അപ്പോൾ അത് കാരണം എന്തെടുക്കുകയാണെങ്കിലും സ്റ്റോപ്പ് ലോസും കൂടി കരുതി 3 ഘട്ടങ്ങളിലൊക്കെ ആയിട്ട് മേടിച്ച് അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു സ്റ്റോക്കിലേക്ക് എൻട്രി എടുക്കുന്ന സമയത്ത് അത് ഇത്ര ശതമാനം നഷ്ടമാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വിറ്റൊഴിയാനുള്ള മനസ്സും, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു മനസ്സും നമ്മൾ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു നല്ല പ്രോഫിറ്റിൽ നിന്ന് താഴെ വന്ന് വീണ്ടും നിരാശരായിട്ട് കാത്തിരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവരുത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. താങ്ക് യു.